തുപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിൽ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന കാരണത്തിൽ ശിവക്ഷേത്രത്തിൽ എല്ലാ തിരുവാതിര നാളിലും ശ്രീരുദ്രധാര നടത്തപ്പെടുന്നു. ധാര എല്ലാ ശിവക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിലും ശ്രീരുദ്രധാര ചുരുക്കം ചില മഹാക്ഷേത്രങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലേണ്ടതുകൊണ്ടും ഒരുപാട് സമയം ഇത് നടത്താൻ ആവശ്യമായി വരുന്നു. ഇവിടെ പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ശിവലിംഗമാണ് ഉള്ളത്. ഇവിടെ ശ്രീരുദ്രധാര നടത്തുന്നത് തന്ത്രിമാരാണ്. ശിവലിംഗത്തിൻ്റെ മുകളിലായി ഒരു പ്രത്യേക പാത്രം കാണപ്പെടുന്നു. ധാരക്കിടാരം എന്നാണ് അതിന് പറയാറ്. ഈ പാത്രത്തിൻ്റെ അടിയിലായി ഒരു സുഷിരമുണ്ടാകും. ഈ സുഷിരത്തിലൂടെ 3 ദർഭപ്പുല്ല് ഒരു പ്രത്യേക രീതിയിൽ കെട്ടി അതിലൂടെ ശിവലിംഗത്തിലേക്ക് ജലം ഒഴുകുന്നു. ഈ സമയത്ത് തന്ത്രി ദർഭപ്പുല്ലിൽ തൊട്ട് വളരെ സമയമെടുത്ത് 11 ഉരുവും പൂർത്തീകരിക്കുന്നു. കൂവള ഇലയുടെയും പൂവിൻ്റെയും ചന്ദനത്തിരിയുടെയും സുഗന്ധത്തിൽ മന്ത്രധ്വനികളാൽ ജലധാര മധുരമഴയായി ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്നു. മന്ത്രധ്വനികളാൽ ശിവലിംഗത്തിൽ കൂടി ഒഴുകുന്ന ഓരോ തുള്ളി ധാരാതീർത്ഥവും അമൃതിന് തുല്യമത്രേ. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ പരമശിവൻ. അതുകൊണ്ടുതന്നെ ശിവനെ ആരാധിച്ച് ഇവിടെ ശ്രീരുദ്രധാര ചെയ്താൽ തീരാത്ത ദുരിതങ്ങളില്ലെന്ന് പറയപ്പെടുന്നു. ഇവിടെ ധാര നടക്കുമ്പോൾ ഓരോരുത്തരും നമഃശിവായ മന്ത്രം ജപിക്കാൻ മറക്കരുത്. ഇവിടെ ശ്രീരുദ്രധാര നടത്തിയാൽ സകല രോഗവും ശമിക്കും എന്നാണ് വിശ്വാസം. തിരുവാതിര നാളിൽ ഇവിടെ എത്തുവാനും ശ്രീരുദ്രധാര നടത്തുവാനും നമുക്ക് സാധിക്കട്ടെ. പുണ്യമീ കാഴ്ചയിലൂടെ തുപ്രങ്ങോട്ടപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എത്തട്ടെ.